നമസ്കാരം, വിജയമലയിലാണ്. അപ്പോൾ അതുപോലെ ഇന്ന് നമുക്കൊരു ഫാൾട്ട് കിട്ടി. നാട്ടിലുള്ള ഒരു ഔട്ട്ലെറ്റ്, ബീവറേജ് ഔട്ട്ലെറ്റ് ആയിരുന്നു കേട്ടോ. അവിടെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ 1.31 മെഗാ ഹോം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും അവിടെ ഒരു ഷോർട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മീറ്റർ ബോർഡ് സൈഡിലേക്കുള്ള, അതായത് മീറ്റർ ബോർഡിൽ നിന്ന് ഡി വിയിലേക്ക് വരുന്ന ലൈന്, അതിൽ ചെറിയൊരു ഫാൾട്ടുകളെ കണ്ടു. അങ്ങനെ ആ കേബിളുകൾ മാറ്റി അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പുറത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തൊരു 4 പോൾ ഐസൊലേറ്റർ എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവിടുന്ന് ഓഫ് ചെയ്യാനുള്ള, ഉള്ളോട്ട് ഡി ബിയിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. റോട്ടറി സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി പുറത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ് സെലക്ടറിൽ നിന്നും വരുന്ന 3 ലൈനും, അതായത് ആർ ഫേസ്, വൈ ഫേസ്, ബ്ലൂ ഫേസ്, ഇതിൽ നിന്ന് വരുന്ന 3 ലൈനുകളും കേബിൾ, അതായത് 2.5 കേബിൾ ഇട്ടിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം അത് ഹീറ്റായിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഇതായിരുന്നു അവിടെ. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് സെലക്ടർ റോട്ടറി അഴിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്കുള്ള കേബിളുകൾ കംപ്ലീറ്റ് 10 mm കേബിളിട്ട് കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫേസ് സെലക്ടറിൻ്റെ കേബിളുകളൊക്കെ മാറ്റി ഡി വിയിലെല്ലാം കണക്ട് ചെയ്തു. അത് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെ അടുത്ത് നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെഗർ വാല്യൂ ചെക്ക് ചെയ്യുന്ന വീഡിയോയും നമ്മൾ RCCB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മളെ ഫയൽ മിസ്സായിപ്പോയി. അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. അടുത്ത വർക്കെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോൾ പറഞ്ഞു, അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞു, മുകളിലൊരു UPS ഉണ്ട്, ഒരു 5 kV UPS ആണ്. അതിൻ്റെ ബാറ്ററി സ്റ്റാൻഡിൽ നിന്നിട്ടും നല്ല രീതിയിൽ ഷോക്ക് അടിച്ചിട്ടുണ്ട്, പലതവണയായിട്ട് ഷോക്ക് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ചെക്ക് ചെയ്തു. അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അവിടെയുള്ള സ്റ്റാഫിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇത് നന്നാക്കാൻ വരുന്ന, ഇത് സപ്ലൈ ചെയ്ത ആ ടീമിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ കൂടി അതിൽ. നമ്മുടെ UPSൻ്റെ കണക്ഷനാണ്. പവർ ഓഫാവുന്ന സമയത്ത്, അതായത് UPSലേക്കുള്ള AC സപ്ലൈ ഓഫാവുന്ന സമയത്ത് ലീക്കേജ് വരുന്നുണ്ട്. ടെസ്റ്റർ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. നല്ല രീതിയിലുള്ള വോൾട്ടേജ്, ഷോക്ക് അടിക്കുന്ന വോൾട്ടേജാണ് ഇവിടെ വരുന്നത്. പക്ഷെ നേരെ മറിച്ച് ആ പവർ ഓണാക്കുകയാണെങ്കിൽ, അതായത് UPSലേക്ക് ചാർജ് വരുന്ന സമയത്ത് ഈ സപ്ലൈ കട്ടായി. അതായത് കറണ്ട് പോകുന്ന സമയത്ത് ഇതിൽ ഷോക്ക് ഉണ്ടാവും എന്നർത്ഥം. ഇപ്പോൾ വീണ്ടും തിരിച്ച് ഓഫാക്കി ഇതിലേക്കുള്ള പവർ ഓഫ് ചെയ്തപ്പോൾ വീണ്ടും വരാൻ തുടങ്ങി. ഇനി അത് ഏകദേശം എത്ര വോൾട്ടേജ് ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഏതാണ്ട് 15 വോൾട്ട് എർത്ത് ലീക്കേജ് ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് കറണ്ട് അടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് വെച്ച് ഇറങ്ങുന്ന വഴി നമ്മൾ ആ DB നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്, അതിൻ്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും. എന്തായാലും വന്നതല്ലേ, അതുകൂടി അങ്ങ് സെറ്റാക്കാമെന്ന് കരുതി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.